നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. ഗുരുവായൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. ബോണറ്റിൽ നിന്നാണ് തീ പടർന്നത്. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ സ്വകാര്യ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിന്റെ മുന്നിലിരുന്ന യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. അപകടത്തിൽ ബസ്സിന്റെ മുൻഭാഗവും നാഷണൽ പെർമിറ്റ് ലോറിയുടെ മുൻഭാഗവും തകർന്നു. ദേശീയപാത മണത്തലയിൽ ഓടിക്കൊണ്ടിരുന്ന മിനി ടെമ്പോ ടയർ പൊട്ടിത്തെറിച്ച് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. പെരുമ്പാവൂർ സ്വദേശികളായ വേണാട്ട്, അബ്ദുറഹിമാൻ, വാത്തിയിൽ നാസർ എന്നിവർക്കാണ് പരിക്കേറ്റത്. അതിരപ്പള്ളി അമ്പലപ്പാറയിൽ വീണ്ടും കാട്ടാന കബാലയിറങ്ങി വാഹനങ്ങൾ തടഞ്ഞു. 2.5 മണിക്കൂറോളം കാട്ടാന റോഡിൽ നിലയുറപ്പിച്ചതോടെ റോഡിൽ നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. ആന കാട് കയറി പോകുന്നതുവരെ മലക്കിപ്പാറ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് അടച്ചിട്ടു. കുട്ടനല്ലൂരിൽ ബ്രൌൺ ഷുഗറുമായി യുവാവ് പോലീസ് പിടിയിലായി. അസം സ്വദേശി ജഹറുളാണ് അറസ്റ്റിലായത്. വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 1.49 ഗ്രാം ബ്രൌൺ ഷുഗർ പ്രതിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രം കേരള ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയിലാണ് നടപടി. പൂങ്ങുന്നം കുട്ടൻകുളങ്ങര ബ്ലാക്കാട്ട് പറമ്പിൽ ലൈനിൽ വീടിന്റെ മതിൽ കുളത്തിലേക്ക് ഇടിഞ്ഞു വീണു. കുളത്തിനോട് ചേർന്ന് നിർമ്മിച്ച പുതിയ വീടും അപകടാവസ്ഥയിലായി. പരന്തരപ്പള്ളി വടക്കുമുറയിൽ റോഡും തോടിന്റെ വശവും ഇടിഞ്ഞു. വേലുപാടം മഠം റോഡിലെ പാലാമ്പ്ര തോടിനോട് ചേർന്നാണ് റോഡ് ഇടിഞ്ഞത്. തോടിന്റെ കരിങ്കൽ സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞ നിലയിലാണ്. വരവൂർ തളയിൽ നിർമ്മാണാവശ്യത്തിനായി ഇറക്കിയിരുന്ന ഇരുമ്പ് സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. തളി കുന്നത്തുള്ളി പീടികയിൽ അബ്ദുൾ റഹ്മാനെയാണ് അറസ്റ്റ് ചെയ്തത്. ജൂൺ 20-നാണ് മോഷണം നടന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഹിന്ദു ഐക്യവേദി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി KP ശശികല ഉദ്ഘാടനം ചെയ്തു. മതിലകം കൂളിമുട്ടം വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ മരം കടപുഴകി വീണു. കൂളിമുട്ടം പ്രാണിയാട് ജംഗ്ഷനിലാണ് വലിയ ഐനി മരം വീണത്. പുത്തൂർ പഴവള്ളം ട്രൈബൽ പ്രദേശത്ത് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ സരിത രവീന്ദ്രൻ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് തൃശൂർ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് എക്സിക്യൂട്ടീവ് അംഗം MG പുഷ്പാങ്കദൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc സൈക്കോളജിയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ വിരുപ്പാക്ക സ്വദേശിനി ശ്രീലക്ഷ്മി രാജനെ യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. KPSTA സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 6 മുതൽ ആരംഭിക്കുന്ന ശ്രീമദ് ദേവി ഭാഗവത നവഹയജ്ഞം, ഇല്ലന്നർ ആനയൂട്ട് എന്നിവയുടെ നോട്ടീസ് പ്രകാശനം നടന്നു. പരിസ്ഥിതി പ്രവർത്തകൻ V. അനിരുദ്ധൻ, മാധ്യമപ്രവർത്തകൻ ശശികുമാർ കൊടക്കാടത്ത് എന്നിവർ ചേർന്ന് പ്രകാശനം നിർവഹിച്ചു. കിള്ളിമംഗലം ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിനെതിരെ രാജിവെച്ചു പോയ മുൻ ഭരണസമിതി അംഗങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് സംഘം ഭാരവാഹികൾ. സംഘത്തിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ. ലയൺ ഇയറിന് തുടക്കമിട്ട മെഡിക്കൽ കോളേജ് യൂണിവേഴ്സിറ്റി ലയൺസ് ക്ലബ്ബ് സേവന പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു. മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ നടന്ന ചടങ്ങ് റീജിയൻ ചെയർപേഴ്സൺ ലയൺ ലിജോ ജോർജ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് വലപ്പാട് പഞ്ചായത്ത് SN സെന്ററിൽ സ്ഥാപിച്ച LED ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് LED ലൈറ്റ് സ്ഥാപിച്ചത്. എങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനാപക്ഷം സമാപനം സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് രമേശിന് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാജേഷ് ശേഖരൻ അധ്യക്ഷത വഹിച്ചു. CPM കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗം K. ബിജുവിന്റെ 16ാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ പതാക ഉയർത്തി. ചിറ്റാട്ടുകര തപാൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 1 നൂറ്റാണ്ട് പിന്നിടുന്നു. തപാൽ ഓഫീസ് 100 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി ഇളവള്ളിയിലെ കോൺഗ്രസ് പ്രവർത്തകർ മധുര വിതരണം നടത്തി.
ക്ഷേമനിധി ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നൽകിയ നിവേദനങ്ങൾ അവഗണിക്കുന്നതിനെതിരെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VM ആന്റണി വിജിലൻസിന്റെ പിടിയിലായി. കരാറുകാരനിൽ നിന്നും 6000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് എഞ്ചിനീയർ പിടിയിലായത്. യാത്രക്കാർക്ക് തീരാ ദുരിതം സമ്മാനിച്ച് തൃശൂർ കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡ്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലെ കുഴികൾ മഴ ശക്തമായതോടെ അപകടക്കെണിയായി മാറി. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ പാലക്കൽ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി. ചൊവ്വാഴ്ച റോഡ് തുറന്നുകൊടുക്കുമെന്ന മന്ത്രിയുടെ ഉറപ്പ് പാഴ്വാക്കായി. ഗതാഗത കുരുക്കിൽ വലഞ്ഞ ജനങ്ങൾ. വെങ്കിടങ്ങ പഞ്ചായത്തിലെ ഞാറ്റുവേലച്ചന്ത മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. ചേലക്കര പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ 26ാമത് വാർഷികാഘോഷം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ അധ്യക്ഷത വഹിച്ചു. കടപ്പുറം പഞ്ചായത്തിലെ കടലാക്രമണം തടയാൻ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച ആദരണം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് RA അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. VK മോഹനൻ കാർഷിക സമിതി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. മുൻ കൃഷി വകുപ്പ് മന്ത്രി VR സുനിൽകുമാർ ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.